സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച കഞ്ചിക്കോട് വ്യവസായ മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും വ്യവസായ പാർക്കുകളെ സംയോജിപ്പിച്ച് ടൗൺഷിപ്പ് കൊണ്ടുവരാനും പദ്ധതി വേണമെന്നാണ് വ്യവസായികളുടെ ആവശ്യം. ഇനിയും മെച്ചപ്പെടേണ്ട അടിസ്ഥാന സൗകര്യ വികസനം, തടസ്സമില്ലാത്ത വൈദ്യുതി, നവീകരണ പദ്ധതികൾ. സംസ്ഥാന ബജറ്റിൽ കഞ്ചിക്കോട്ടെ വ്യവസായികൾക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. ഇത് 30-35 കൊല്ലത്തോളം പഴക്കമുള്ള വ്യവസായ പ്രദേശമാണ്. അപ്പോൾ ഇവിടെയുള്ള പല അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അപര്യാപ്തമാണ്. നല്ല റോഡുകൾ, അതുപോലെ തന്നെ ശുദ്ധജല ലഭ്യത, വൈദ്യുതി തടസ്സമില്ലാത്ത 24/7 365 ദിവസവും തടസ്സമില്ലാത്ത ക്വാളിറ്റി വൈദ്യുതി ഇപ്പോഴും നമുക്കൊരു സ്വപ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ, കോമൺ ഫെസിലിറ്റീസ്, ക്യാൻറ്റീനുകളോ അല്ലെങ്കിൽ ഹോസ്റ്റലുകളോ, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വികസനത്തിന് ഒരു കോർപ്പസ് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച് അത് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. കിൻഫ്ര പാർക്ക് ഉൾപ്പെടെ നിരവധി വ്യവസായ പാർക്കുകളുള്ള കഞ്ചിക്കോട് വ്യവസായ ഇടനാഴി കൂടി വരികയാണ്. ഈ പാർക്കുകളെയെല്ലാം ബന്ധപ്പെടുത്തി ടൗൺഷിപ്പ് വേണം. കേരളം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന് നിലവിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ആക്ട് വെച്ച് തന്നെ ഒരു സംയോജിതമായിട്ടൊരു ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് കഞ്ചിക്കോടിന് ഒരു ഇൻഡസ്ട്രിയൽ ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് ആയിട്ട് പ്രഖ്യാപിച്ച് ഈ രണ്ട് പ്രദേശങ്ങളുടെ വികസനം ഒരുമിച്ച് കൊണ്ടുപോയി അതൊരു 50 വർഷത്തെ ഒരു വിഷനോടുകൂടി കൊണ്ടുപോകണം എന്നുള്ളൊരു ആവശ്യമാണ്. നിരവധി വ്യവസായ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ഫണ്ട് അനുവദിക്കണമെന്നും വ്യവസായികൾ പറയുന്നു. നൂറുകണക്കിന് ചെറുകിട വ്യവസായങ്ങൾക്ക് അർദ്ധ സർക്കാർ കോർപ്പറേഷനുകളിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഒരുപാട് ഫണ്ട് അവർ കൊടുത്ത സർവീസുകൾക്കും അവർ നൽകിയ ഉൽപ്പന്നങ്ങൾക്കും ഉള്ള പണം ലഭിക്കാനുണ്ട്. അത് ചില കേസിൽ 2-3 കൊല്ലമായിട്ടൊക്കെ പെൻഡിങ് ആയിട്ടുള്ള ഡ്യൂസ് ഒരുപാടുണ്ട്. ഈ ചെറിയ വ്യവസായങ്ങൾക്ക് ഇത്രയും ഓവർ ഡ്യൂ അവർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ അവരുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ്. സർക്കാർ അതൊരു പ്രയോറിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെറുകിട വ്യവസായങ്ങൾക്കുള്ള ഫണ്ട്, കാരണം അത് സർക്കാരിനും ധനനഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മികച്ച പദ്ധതികളുണ്ടെങ്കിൽ കഞ്ചിക്കോട് രാജ്യത്ത് തന്നെ മികച്ച വ്യവസായ കേന്ദ്രമായി മാറുമെന്നും ഇവർ പറയുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.